ഹരേ രാമ, ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. ഈ നക്ഷത്ര ജാതകർ പണം കണ്ട് മഞ്ഞളിക്കും. ഇവരെ കാത്തിരിക്കുന്നത് അപ്രതീക്ഷിത നേട്ടങ്ങൾ മാത്രമാണ്. ആദിത്യൻ കർക്കിടകം രാശിയിൽ ആയില്യം ഞാറ്റുവേലയിലാണ്. ചന്ദ്രൻ പൂർണ്ണമായും വെളുത്ത പക്ഷത്തിൽ സഞ്ചരിക്കുന്നു. ആഗസ്റ്റ് 9 അതായത് കർക്കിടകം 24 ശനിയാഴ്ച വെളുത്തവാവ്, അതുമല്ലെങ്കിൽ പൗർണമിയായിരിക്കും. ചൊവ്വ കന്നി രാശിയിൽ ഉത്രം നക്ഷത്രത്തിലാണ്. ബുധൻ കർക്കിടകം രാശിയിൽ വക്രഗതിയിൽ പൂയം നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നു. ബുധന് മൗഢ്യാവസ്ഥയുണ്ട്. ശുക്രൻ മിഥുനം രാശിയിൽ തിരുവാതിര നക്ഷത്രത്തിൽ തുടരുകയാണ്. ശനി മീനം രാശിയിൽ ഉത്രട്ടാതിയിൽ വക്രഗതിയിൽ സഞ്ചരിക്കുകയാണ്. വ്യാഴം മിഥുനം രാശിയിൽ തിരുവാതിര നക്ഷത്രത്തിലൂടെ കടന്നു പോകുന്നു. ശുക്രനും ഗുരുവും മിഥുനം രാശിയിൽ തിരുവാതിരയിലാണ്. രാഹു കുംഭം രാശിയിൽ പൂരുരുട്ടാതി 2-ാം പാദത്തിലും കേതു ചിങ്ങം രാശിയിൽ പൂരം 1-ാം പാദത്തിലും പിൻഗതിയായി തുടരുന്നുണ്ട്. ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്ര ജാതകരുടെ ഈ ആഴ്ചത്തെ സമ്പൂർണ്ണ വാരഫലമാണ്. ആദ്യം അശ്വതി നക്ഷത്ര ജാതകരാണ്. നിലവിലെ സാഹചര്യങ്ങൾ ആവർത്തിക്കുക തന്നെ ചെയ്യും. പുതിയ കാര്യങ്ങൾ പ്രാവർത്തികമാക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കേണ്ടതാണ്. മറ്റുള്ളവരോട് ഉള്ളിലുള്ള ആശയങ്ങൾ പറഞ്ഞ് ബോധിപ്പിക്കുക എന്നത് വളരെയധികം ദുഷ്കരമാകും. എങ്കിലും 4-ാം ഭാവാധിപനായ ചന്ദ്രന് ബലമുള്ളതിനാൽ മനസ്സിന് പ്രസന്നത കുറയുന്ന വാരമല്ല. പൊതുവെ പറഞ്ഞാൽ സുഖവും സ്വൈര്യവും അനുഭവപ്പെടുന്നതാണ്. സ്ത്രീ ജനങ്ങളുടെ, അതുമല്ലെങ്കിൽ നിങ്ങൾ സുഹൃത്തുക്കളുടെ പിൻബലം എല്ലാ കാര്യങ്ങളിലും പ്രതീക്ഷിക്കാം. 6-ാം ഭാവത്തിലെ കുജൻ എതിർ സ്വരങ്ങളെ അവഗണിക്കുവാൻ കരുത്തേകുന്നതാണ്. നിങ്ങളുടെ വീട്ടിലോ വാഹനത്തിലോ അറ്റകുറ്റപ്പണികൾ നടത്തി വീണ്ടും ഉപയോഗത്തിലാക്കുവാൻ കഴിയും. ഞായർ തിങ്കൾ ദിവസങ്ങളിൽ വളരെയധികം ജാഗ്രത വേണ്ടതുണ്ട്. അടുത്തത് ഭരണി നക്ഷത്ര ജാതകരാണ്. വാരാദ്യ ദിവസങ്ങൾക്ക് മേന്മ അല്പം കുറയുന്നതാണ്. നവസംരംഭങ്ങൾക്ക് നല്ല ദിവസങ്ങളല്ല വന്നെത്തിയിരിക്കുന്നത്. സാമ്പത്തികമായ ഇടപാടുകളിൽ വളരെയധികം കരുതൽ പുലർത്തേണ്ടതാണ്. ദൗത്യങ്ങളിൽ വിജയിക്കുവാൻ ആവർത്തിത ശ്രമങ്ങൾ ആവശ്യമാണ്. മറ്റു ദിവസങ്ങളിൽ പ്രായേണ നേട്ടങ്ങൾ ഭവിക്കും. തൊഴിലിടത്തിൽ അംഗീകാരവും സ്വീകാര്യതയും വർദ്ധിക്കുന്നതാണ്. കുടുംബകാര്യങ്ങളിൽ നിങ്ങൾക്ക് വളരെയധികം ഔത്സുക്യമുണ്ടാകും. പാരിതോഷികങ്ങൾ ലഭിക്കുവാൻ ഇടയുള്ള ആഴ്ചയാണ്. അപ്രതീക്ഷിത ആദായം വന്നെത്തും. ആടയാഭരണങ്ങൾ, ഗൃഹോപകരണങ്ങൾ എന്നിവ വാങ്ങുവാനിടയുണ്ട്. പ്രണയിക്കുന്ന ആളുകൾക്ക് സന്തോഷിക്കുവാനുള്ള ദിവസങ്ങൾ വന്നു ചേരും. വിരുന്നുകളിൽ പങ്കെടുക്കുവാനുള്ള സന്ദർഭവും ലഭിക്കുന്നതാണ്. അടുത്തത് കാർത്തിക നക്ഷത്ര ജാതകരാണ്. ചെറിയ കാര്യങ്ങൾ നേടുവാൻ കൂടുതൽ വിയർപ്പൊഴുക്കേണ്ടി വരും. പുതിയ തലമുറയോട് എങ്ങനെ പെരുമാറണമെന്നറിയാതെ പരിഭ്രമിക്കുന്നതാണ്. ആത്മവിശ്വാസം തെല്ലിക്കുറയുവാൻ ഇടയുള്ള ആഴ്ചയാണ്. വാഗ്ദാന ലംഘനം ശത്രുക്കളെ സമ്മാനിക്കും. പ്രതീക്ഷിച്ച ധനം കൈവശം എത്തിയേക്കില്ല. ബുധനാഴ്ച വരെ ഏറെക്കുറെ സ്ഥിതി തന്നെയാകും വന്നു ചേരുക. മറ്റു ദിവസങ്ങളിൽ മനസമാധാനമുണ്ടാകുന്നതാണ്. സംഘടനകളിൽ അംഗീകാരം ലഭിക്കും. പ്രണയിക്കുന്ന ആളുകൾക്ക് കാണുവാനും ഒത്തുചേരുവാനും സന്ദർഭം വന്നു ചേരും. കുടുംബകാര്യങ്ങൾ വളരെയധികം ഭംഗിയായി നടത്തുവാനും സാധിക്കുന്ന ആഴ്ചയാണ്. അടുത്തത് രോഹിണി നക്ഷത്ര ജാതകരാണ്. നിങ്ങൾ ആലോചിച്ചുറപ്പിച്ച കാര്യങ്ങളൊക്കെ ഒരുവിധം ഭംഗിയായി തന്നെ ഈ ആഴ്ച നിർവഹിക്കുവാൻ സാധിക്കും. നിങ്ങളുടെ നക്ഷത്രാധിപനായ ചന്ദ്രന് പൂർണ്ണ ബലം വരുന്നതിനാൽ മനസ്സിന് നല്ല തെളിച്ചമുണ്ടാകും. ദേഹസുഖവും പ്രതീക്ഷിക്കാം. വിദ്യാർത്ഥികളായ ആളുകൾക്ക് പരീക്ഷയ്ക്കായി നന്നായി തയ്യാറെടുക്കുവാൻ സാധിക്കുന്ന ആഴ്ചയാണ്. കലാകാരന്മാർക്ക് ഉത്സവ പരിപാടികൾക്ക് അഡ്വാൻസ് ലഭിക്കും. ദാമ്പത്യത്തിൽ സമരസം ആവശ്യമായ ഘട്ടമാണെന്ന് എല്ലാ കാര്യങ്ങളിലും ഓർമ്മയുണ്ടാകണം. മാസം തോറും അടയ്ക്കുന്ന വായ്പകൾ മുടങ്ങില്ല. അയൽ തർക്കങ്ങൾക്ക് രമ്യമായ പരിഹാരം വന്നു ചേരും. ബുധനും വ്യാഴവും ശുഭകരമായ കാര്യങ്ങൾ യാതൊരു രീതിയിലും തുടങ്ങരുത്. അടുത്തത് മകയിരം നക്ഷത്ര ജാതകരാണ്. പരാശ്രയത്വം എല്ലാ കാര്യങ്ങളിലും വേണ്ടിവരും.
കൂടിയാലോചനകളിൽ നിങ്ങളുടെ സഹപ്രവർത്തകരുടെ എതിർപ്പ് നേരിടേണ്ടി വന്നേക്കാം. മനസമാധാനം കുറയുവാൻ ഇടയുള്ള ആഴ്ചയാണ്. 4-ൽ കേതു ചൊവ്വ സഞ്ചരിക്കുന്നതിനാൽ ഗൃഹനിർമ്മാണത്തിൽ തടസ്സങ്ങൾ ഏർപ്പെടാം. സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർക്ക് ശമ്പള വർധനവ് പ്രതീക്ഷിക്കാവുന്നതാണ്. കരാർ പണികൾ കിട്ടേണ്ട തുക കിട്ടുവാൻ ഇടയുണ്ട്. നിക്ഷേപങ്ങൾ പുതുക്കുവാൻ കഴിയും. ബന്ധുക്കളുടെ സഹായം സ്വീകരിക്കാവുന്നതാണ്. കൂട്ടുകാരുമൊത്ത് തീർത്ഥാടനത്തിന് പോകുവാനും കഴിയും. ഞായർ, തിങ്കൾ, വെള്ളി കൂടുതൽ അനുകൂലത പ്രതീക്ഷിക്കാം. അടുത്തത് തിരുവാതിര നക്ഷത്ര ജാതകരാണ്. നിങ്ങളുടെ പ്രവർത്തന രംഗത്ത് ശുഷ്കാന്തി വളരെയധികം ഉണ്ടാകും. സമയോചിതമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ കഴിയുന്നതാണ്. നിങ്ങളുടെ സഹപ്രവർത്തകരുടെ നിർദ്ദേശങ്ങൾക്ക് എല്ലാ രീതിയിലും വില കൽപ്പിക്കും. ധനപരമായി വളരെയധികം തൃപ്തി തോന്നുന്ന വാരം തന്നെ. കച്ചവടത്തിൽ ഉണർവ് അനുഭവപ്പെടും. പ്രണയിക്കുന്ന ആളുകൾക്ക് നിങ്ങളുടെ പിണക്കം മറന്ന് വീണ്ടും ഒരുമിക്കുവാൻ കഴിയുന്നതാണ്. വീട് മാറ്റം സംബന്ധിച്ച് കുടുംബാംഗങ്ങൾ അനുകൂലിച്ചില്ലെന്ന് വന്നേക്കില്ല. വസ്തു കച്ചവടത്തിൽ പ്രതീക്ഷിച്ചത് തന്നെ ലാഭം വന്നു ചേരും. ഒന്നിച്ച് പഠിച്ചവർ ഒരുമിച്ച് ഗുരുനാഥനെ കാണുവാൻ കഴിയുന്നതാണ്. താൽക്കാലിക കോഴ്സുകളിൽ ചേരുവാൻ കഴിയും. ചെലവിൽ ദൂർത്ത് കടന്നു വരുവാൻ ഇടയുള്ള വാരമാണ്. അടുത്തത് പുണർദം നക്ഷത്ര ജാതകരാണ്. നിങ്ങളുടെ പ്രവർത്തന മികവ് മേലധികാരിയാൽ അഭിനന്ദിക്കപ്പെടും. പല ചോദ്യങ്ങൾക്കും ഉത്തരം കണ്ടെത്തുവാൻ കഴിയുന്നതാണ്. സമയോചിതമായ തീരുമാനങ്ങൾ എടുക്കുവാനും ചുമതലകൾ പകരക്കാരെ ഏൽപ്പിക്കുന്നതും ഗുണകരമാകില്ല. നിക്ഷേപങ്ങളിൽ നിന്നും ധനാഗമം വന്നു ചേരും. ഗൃഹകാര്യങ്ങൾക്ക് സമയം കണ്ടെത്തുവാൻ കഴിയുന്ന ആഴ്ചയെല്ലാം ആയതിനാൽ വളരെയധികം പരാതി ഉയരുന്നതാണ്. വീടോ അതുമല്ലെങ്കിൽ വാഹനമോ ഇവയുടെ മെയിൻ്റനൻസിന് ചെലവ് വർദ്ധിക്കും. മകൻ്റെ ശ്രേയസിൽ സന്തോഷമുണ്ടാകുന്നതാണ്. വെള്ളി, ശനി ദിവസങ്ങളിൽ വളരെയധികം ജാഗ്രത പുലർത്തേണ്ടതാണ്. അടുത്തത് പൂയം നക്ഷത്രക്കാരാണ്. പലതും ചിന്തിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങളുടെ പ്രവർത്തനോത്സുകത കുറയുന്നതാണ്. ജന്മത്തിൽ ആദ്യത്തിനുള്ളതിനാൽ വിലപിടിച്ച വസ്തുക്കൾ നഷ്ടപ്പെടാതിരിക്കുവാൻ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. സുഹൃത്തുക്കൾക്കായി ജാമ്യം നിൽക്കുവാൻ നിർബന്ധിക്കപ്പെടും. വിദ്യാർത്ഥികളുടെ പഠന കാര്യത്തിൽ മാതാപിതാക്കൾ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. ബന്ധുക്കളുടെ കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ വളരെയധികം ശ്രദ്ധ വേണം. ജോലി ചെയ്യുന്ന സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി കയറ്റത്തിന് അപേക്ഷ നൽകുവാൻ കഴിയുന്നതാണ്. അടുത്തത് ആയില്യം നക്ഷത്ര ജാതകരാണ്. വാരാദ്യ ദിവസങ്ങൾക്ക് മേന്മ അല്പം കുറയും. എല്ലാ കാര്യത്തിലും അസംതൃപ്തി ഉണ്ടാകും. അധികാരികളെ ഉപദേശിച്ച് കുഴപ്പത്തിൽ ചാടുവാൻ ഇടയുള്ളതിനാൽ മൗനം വിദ്വാനഭൂഷണം എന്ന ചൊല്ല് പിന്തുടരുന്നത് ഗുണകരമാകും. നിങ്ങൾ പ്രതീക്ഷിച്ച ധനം ഈ ആഴ്ച കൈവശമെത്തില്ല. ബുധൻ മുതൽ മനസന്തോഷം ഭവിക്കുന്നതാണ്. തടസ്സപ്പെട്ട കെട്ടിട നിർമ്മാണം പുനരാരംഭിക്കുവാൻ കഴിയും. ധനക്ലേശം എല്ലാം നീങ്ങി കിട്ടുന്നതാണ്. കമിതാക്കളായ ആളുകൾക്ക് പരസ്പരം കാണുവാനുള്ള സൗകര്യമുണ്ടാകും. മെഡിക്കൽ ചെക്കപ്പിന്റെ ഫലത്തിൽ ആശങ്കപ്പെടേണ്ടതായി ഒന്നുമില്ല. ദാമ്പത്യ ജീവിതത്തിൽ വളരെയധികം സംതൃപ്തി ഭവിക്കുന്നതാണ്. അടുത്തത് മകം നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്ക് സ്വന്തമായി പ്രവർത്തിക്കുവാൻ സാധിക്കും. സ്വന്തം സ്ഥാപനത്തിൽ പുതിയ ജോലിക്കാരെ നിയമിച്ച് വിപുലീകരണം സാധ്യമാകുന്നതാണ്. മത്സരാധിഷ്ഠിത കരാറുകൾക്ക് നിരത ദ്രവ്യം കെട്ടിവയ്ക്കുവാൻ കഴിയും. രണ്ടാം ഭാവത്തിൽ ചൊവ്വ ഉള്ളതിനാൽ ENT വിഭാഗത്തിൽപ്പെടുന്ന രോഗങ്ങൾ ആക്രമിക്കാം. ചിലരോട് അറുത്തുമുറിച്ച് സംസാരിക്കേണ്ടതായി വന്നേക്കും. ധനപരമായി വളരെയധികം സംതൃപ്തി ഉണ്ടാകുന്ന വാരമാണ്. നവീനമായിട്ടുള്ള ഗൃഹ ഉപകരണങ്ങൾ വാങ്ങുവാൻ കഴിയും. വിദ്യാർത്ഥികളുടെ പഠനകാര്യത്തിൽ രക്ഷിതാക്കളുടെ മേൽനോട്ടം വളരെയധികം അത്യാവശ്യമാണ്. അടുത്തത് പൂരം നക്ഷത്ര ജാതകരാണ്. കാര്യകുലശത അഭിനന്ദിക്കപ്പെടും. തൊഴിൽപരമായി വളരെയധികം അലച്ചിലുണ്ടാക്കുന്ന ആഴ്ചയാണ്. സംരംഭകർക്ക് സർക്കാരുമായി ബന്ധപ്പെട്ട അനുമതിക്കുള്ള പരിശ്രമം തുടരേണ്ടി വരുന്നതാണ്. പാർട്ണർഷിപ്പ് ബിസിനസ്സിൽ കുടുംബത്തിൽ നിന്നുമുള്ളവരെ ഉൾപ്പെടുത്തുവാൻ കഴിയും. തൊഴിൽ നിയമങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നതാണ്. ഗാർഹികമായ ചുമതലകൾ വേണ്ടത്ര ശ്രദ്ധിക്കുവാൻ കഴിഞ്ഞേക്കില്ല. നിങ്ങളുടെ വാക്കുകൾ ശത്രുക്കളെ സമ്മാനിക്കും. കമിതാവിന് സർപ്രൈസ് ഗിഫ്റ്റുകൾ നൽകുവാൻ കഴിയുന്നതാണ്. ബുധനാഴ്ച തൊട്ട് കൂടുതൽ ഗുണകരമാകുന്നതാണ്. അടുത്തത് ഉത്രം നക്ഷത്ര ജാതകരാണ്. കൂടുതൽ ചിന്തിക്കും. ചിന്ത കാട് കയറുവാനും ഇടയുണ്ട്. സമയോചിതമായ പ്രവൃത്തിയിൽ നിന്നും ഒഴിയുവാൻ കഴിയില്ല. സുഹൃത്തുക്കളുടെ ഉപദേശം കണ്ണടച്ച് വിശ്വസിക്കരുത്.
സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കായി സമയം ചെലവഴിക്കേണ്ടി വന്നേക്കും. ക്ഷേത്രാടനത്തിന് യോഗമുണ്ട്. ആത്മീയമായ കാര്യങ്ങൾക്ക് സമയം കണ്ടെത്തുവാനും കഴിയുന്നതാണ്. നിങ്ങളുടെ വരവ് ചിലവുകൾ എഴുതി സൂക്ഷിക്കുന്ന ശീലം തുടങ്ങുവാൻ കഴിയും. പണവരവ് കൂടില്ല, കുറയുകയുമില്ല. മക്കൾക്ക് വാഹനം വാങ്ങിക്കൊടുക്കുന്ന കാര്യം സജീവ പരിഗണനയിൽ എത്തുന്നതാണ്. ആരോഗ്യപരമായ പരിശോധനകളിൽ യാതൊരു രീതിയിലുമുള്ള അലംഭാവം കാട്ടരുത്. അടുത്തത് അത്തം നക്ഷത്ര ജാതകരാണ്. നിങ്ങളുടെ പ്രവർത്തന വേഗം കുറയുന്നതായി തോന്നും. എന്നാൽ ജോലി ഭാരം കുറയുന്ന ആഴ്ചയല്ല. നല്ല ഉദ്ദേശത്തോടെ ചെയ്യുന്ന കാര്യങ്ങൾ ആവിധം മനസ്സിലാക്കപ്പെടണം എന്നില്ല. വ്യാപാരികൾക്കിടം മത്സരം കാരണം വലയുന്നതാണ്. തിടുക്കം കഴിവതും ഉപേക്ഷിക്കണം. മത്സരങ്ങൾക്ക് വേണ്ടവിധം തയ്യാറെടുപ്പെടുക്കുവാൻ കഴിയും. കാര്യാലോചനകളിൽ കണിശത പാലിക്കേണ്ടതാണ്. മകന് നവീന ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ വാങ്ങി നൽകുവാൻ കഴിയും. ബന്ധങ്ങൾ ദൃഢമാക്കുവാൻ ക്ലേശിക്കുന്നതാണ്. ദാമ്പത്യത്തിലെ അപസ്വരങ്ങളെല്ലാം പരിഹരിക്കുവാൻ പിടിവാശി തടസ്സമാകും. മിതവ്യയം ശീലിക്കുന്നത് പാളുന്നതാണ്. അടുത്തത് ചിത്തിര നക്ഷത്ര ജാതകരാണ്. നിങ്ങളുടെ പിടിവാശികൾ ഉപേക്ഷിക്കുവാൻ തയ്യാറാക്കില്ല. തന്മൂലം ഗാർഹിക രംഗത്ത് അലോസരങ്ങൾ ഉയരുന്നതാണ്. ധീരമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ കഴിയും. പുതിയ സാങ്കേതിക വിഷയങ്ങൾ ഉൾക്കൊള്ളുവാൻ ശ്രമം ആരംഭിക്കുന്നതാണ്. കൂട്ടുകച്ചവടത്തിൽ നിന്നും ലാഭം പ്രതീക്ഷിക്കാം. പ്രൈവറ്റ് സ്ഥാപനത്തിലെ ജോലിയിൽ തൃപ്തി കുറയുന്നതാണ്. പക്ഷെ ജോലി ഉപേക്ഷിച്ചാൽ പുതിയത് ഉടനെ കിട്ടിയേക്കില്ല. നാട്ടിലുള്ള മാതാപിതാക്കളെ ജോലി സ്ഥലത്ത് കൊണ്ടുവരുവാൻ ആലോചിക്കുന്നതാണ്. ഞായർ, തിങ്കൾ, വ്യാഴം, ശനി ദിവസങ്ങൾക്ക് വളരെയധികം മെച്ചവും ധനനേട്ടവും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അടുത്തത് ചോതി നക്ഷത്ര ജാതകരാണ്. ചില കാര്യങ്ങൾ നിങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ വന്നു ഭവിക്കുന്നതാണ്. ആദരണീയരുടെ പിന്തുണ ലഭിക്കും. എല്ലാ വിവരങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് ജോലിക്ക് അപേക്ഷിക്കുവാൻ കഴിയുന്നതാണ്. കച്ചവടത്തിൽ കൂടുതൽ ഏകാഗ്രത വേണ്ടതുണ്ട്. ഉത്സവകാലത്തെ ആവശ്യങ്ങളെക്കുറിച്ച് ആലോചിക്കേണ്ട സന്ദർഭമാണിത്. തടസ്സങ്ങളിൽ ഭ്രമമരുത്. വീണ്ടും തുടരുവാൻ ശ്രമം വേണ്ടതാണ്. കരാർ പണികൾ ഏറ്റെടുക്കുമ്പോൾ വ്യവസ്ഥകൾ എല്ലാ രീതിയിലും മനസ്സിലാക്കുവാൻ മറക്കരുത്. അനുരഞ്ജനം കുടുംബജീവിതം മധുരമാക്കും. ഗ്രന്ഥകാരന്മാർക്ക് സ്വച്ഛന്തമായി എഴുതുവാനും കഴിയുന്നതാണ്. അടുത്തത് വിശാഖം നക്ഷത്ര ജാതകരാണ്. പല കാര്യങ്ങളിലും ശ്രദ്ധയുണ്ടാകണം. വിദ്യാഭ്യാസ രംഗത്തെ പ്രവർത്തനങ്ങൾ അംഗീകരിക്കപ്പെടും. പൊതു സൗഹൃദങ്ങൾ ഉണ്ടാകുന്ന വാരമാണ്. ജോലി തേടുന്ന ആളുകൾക്ക് താൽക്കാലികമായെങ്കിലും ജോലി ലഭിക്കും. സാമൂഹ്യമായ കാര്യങ്ങളെ നൈതികതയും ന്യായവും പുലർത്തുവാൻ ശ്രമിക്കുന്നതാണ്. കുടുംബ കാര്യങ്ങളിൽ ഏകോപനം കുറയുന്നതാണ്. കലഹത്തിനിടവരും. ദാമ്പത്യത്തിലെ പൊരുത്തക്കേടുകൾ പരിഹരിക്കുവാൻ ശ്രമം തുടരുന്നതാണ്. ലളിത ജീവിതം നയിക്കുവാൻ ആഗ്രഹിക്കും. മിക്കവാറും സ്വപ്നമായി തന്നെ തുടരുന്നതാണ്. ഉദ്യോഗസ്ഥർ മേലധികാരികളുടെ പ്രീതി നേടുവാനും ഈ ആഴ്ച കഴിയുന്നതാണ്. അടുത്തത് അനിഴം നക്ഷത്ര ജാതകരാണ്. നിങ്ങളുടെ പല കാര്യങ്ങളിലും തീരുമാനം കൈക്കൊള്ളാനാകാതെ കുഴയുന്നതാണ്. നിങ്ങളുടെ കർമ്മരംഗത്ത് പുഷ്ടിക്കുറവ് അനുഭവപ്പെടും. ബന്ധുക്കളുടെ വാക്കുകൾ അനിഷ്ടകാരിയാകും. ആഴ്ചയുടെ തുടക്കത്തിൽ വിരുന്നൂണ്, സുഖഭോഗം എന്നിവ പ്രതീക്ഷിക്കാം. പാരിതോഷികങ്ങൾ കിട്ടുക, അതുമല്ലെങ്കിൽ നൽകുക, ഇവയും സാധ്യതയാണ്. ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും വ്യാഴാഴ്ചയും അലച്ചിലുണ്ടാകുവാൻ ഇടയുണ്ട്. പല കാര്യങ്ങൾക്കായി ഓടി നടക്കേണ്ടി വരും. സ്വയം തൊഴിലിൽ നിന്നും വരുമാനം വന്നു ചേരും. വെള്ളി, ശനി ദിവസങ്ങളിൽ സഹജസിദ്ധികൾ ഉണർന്നു പ്രവർത്തിക്കുന്നതാണ്. അടുത്തത് തൃക്കേട്ട നക്ഷത്ര ജാതകരാണ്. പുതിയ കരാറുകൾ നേടുവാൻ പരിശ്രമിക്കും. ഉന്നത സ്ഥാനത്തുള്ളവരുടെ പരിചയം സമ്പാദിക്കുവാനും കഴിയുന്നതാണ്. സുഹൃത്ത് സമാഗമം സന്തോഷം സമ്മാനിക്കും. ധനപരമായി യാതൊരു രീതിയിലുമുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടാകുന്ന ആഴ്ചയല്ല. കുടുംബസുഖം സമ്മിശ്രമായിരിക്കും. മകന്റെ ശാഠ്യശീലം മനക്ലേശത്തിന് ഇടവരുത്തും. കലാകാരന്മാരെ അവസരങ്ങൾ തേടി വരുന്നതാണ്. പരീക്ഷാദികൾക്കുള്ള തയ്യാറെടുപ്പ് അപങ്കുരമാകും. ഭൂമി ഇടപാടുകൾക്ക് കാത്തിരിപ്പ് അനിവാര്യമാണ്. നിങ്ങളുടെ യാത്രകൾ വേണ്ടത്ര പ്രയോജനം ചെയ്യില്ല. ഓൺലൈൻ ബിസിനസ്സിന് ആവശ്യമായ ഒരുക്കം നടത്തുവാൻ കഴിയും. ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ വാങ്ങുവാനും കഴിയുന്നതാണ്. അടുത്തത് മൂലം നക്ഷത്ര ജാതകരാണ്. കാര്യനിർവഹണം സുഗമമായി തന്നെ തീരും. ഏകോപനത്തിലെ മിടുക്കും കഴിവും അഭിനന്ദിക്കപ്പെടുന്നതാണ്.
സഹപ്രവർത്തകരെ ചുമതലകളിൽ സഹായിക്കുവാൻ സന്നദ്ധരാകുന്നതാണ്. അതിഥിയാവാനും ആതിഥേയനാകുവാനുമുള്ള അവസരം വരും. പുതിയ കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുവാൻ കഴിയുന്നതാണ്. പാരിതോഷികങ്ങൾ ലഭിക്കും. നിക്ഷേപങ്ങൾ വിദഗ്ധ ഉപദേശപ്രകാരം ചെയ്യണം. പാർട്ണർഷിപ്പ് ബിസിനസ്സിൽ വളരെയധികം വളർച്ച ഉണ്ടാകുന്ന ആഴ്ചയാണ്. പ്രണയ ശൈഥില്യത്തെ അതിജീവിക്കുവാൻ സാധിക്കും. പ്രവാസികൾക്ക് നാട്ടിൽ നിന്നും ശുഭവാർത്ത കേൾക്കുവാൻ കഴിയുന്ന വാരമാണ്. അടുത്തത് പൂരാടം നക്ഷത്ര ജാതകരാണ്. സാങ്കേതികമായ വൈദഗ്ധ്യം ഉള്ളവർക്ക് കൂടുതൽ അവസരങ്ങളും ഉദ്യോഗത്തിൽ നിന്നും വിരമിച്ച ആളുകൾക്കും സൗകര്യപ്രദമായ തൊഴിലും കൈവരും. സമാജങ്ങൾ, സംഘടനകൾ ഇവയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ജോലിഭാരമേറുന്നതാണ്. ഉദ്യോഗസ്ഥർക്ക് അധിക ചുമതലകൾ ഏറ്റെടുക്കേണ്ടി വരും. പഠനത്തിൽ അലസത അനുഭവപ്പെടുന്നതാണ്. കടം കൊടുത്ത പണം ഭാഗികമായി തിരികെ ലഭിക്കും. നിങ്ങളുടെ പൊതുപ്രവർത്തനം പുഷ്പമത്തെയല്ലെന്ന് മനസ്സിലാക്കുവാൻ കഴിയും. ഉപാസനകൾക്ക് നേരം കണ്ടെത്തുവാനും കഴിയുന്നതാണ്. വാരാന്ത്യത്തിന് മെച്ചം കുറയും. ചൊവ്വയും ബുധനും വളരെയധികം ഗുണങ്ങൾ പ്രതീക്ഷിക്കാം. അടുത്തത് ഉത്രാടം നക്ഷത്ര ജാതകരാണ്. തൊഴിൽപരമായ ആശങ്കകൾക്ക് അവസാനമുണ്ടാകും. ഉന്മേഷഭാവം പ്രവർത്തനത്തെ സക്രിയമാക്കും. ഭൂമി വ്യാപാരത്തിൽ വളരെയധികം ലാഭം പ്രതീക്ഷിക്കാം. പണം മുൻകൂർ നൽകി ചെയ്യുന്ന ഏർപ്പാടുകളിൽ മിതത്വം വരുത്തണം. ഉന്നത സ്ഥാനീയരുടെ പിന്തുണ പ്രതീക്ഷിച്ചത്ര ഉണ്ടായേക്കില്ല. കുടുംബകാര്യങ്ങളിൽ ശ്രദ്ധ കുറയരുത്. കലഹങ്ങൾക്ക് തീർപ്പുണ്ടാകുന്നതാണ്. വാരാദ്യം സാമ്പത്തിക ഗുണം പ്രതീക്ഷിക്കാം. സുഭക്ഷണം, വിനോദം, വിശ്രമം ഇവ ഭവിക്കുന്നതാണ്. കൈവായ്പകൾ മടക്കി കിട്ടും. വാരം മധ്യത്തിൽ ചെലവ് കൂടുന്നതാണ്. അലച്ചിലുണ്ടാകുവാനും ഇടയുണ്ട്. അടുത്തത് തിരുവോണം നക്ഷത്ര ജാതകരാണ്. നിങ്ങളുടെ കർമ്മ മേഖലയിൽ തൃപ്തി കുറവുണ്ടാകും. ചെയ്തു പോരുന്ന തൊഴിലിൽ ഉപേക്ഷിച്ചാലോ എന്ന ഒരു തോന്നലുണ്ടാകുന്നതാണ്. എന്നാൽ സാഹസങ്ങൾ ഇപ്പോൾ പരാജയപ്പെടും. അതിനാൽ തന്നെ സുപ്രധാന തീരുമാനങ്ങൾ കൈക്കൊള്ളരുത്. ബന്ധുകലഹം തീർക്കുവാൻ മുഖ്യ പങ്ക് വഹിക്കുവാൻ കഴിയും. നിങ്ങളുടെ സുഹൃത്തുക്കളുടെ നിർദ്ദേശങ്ങൾ സ്വീകാര്യമാകും. വിരുന്നിൽ പങ്കെടുക്കുവാൻ കഴിയുന്നതാണ്. വാരാന്ത്യത്തിൽ സാമ്പത്തിക ആശ്വാസം വന്നെത്തും. കുടുംബത്തിന്റെ പിന്തുണ എല്ലാ രീതിയിലും കരുത്താകും. ദൈവാനുകൂല്യം തനിക്കുണ്ടെന്ന് വിശ്വസിക്കുവാനും കഴിയുന്നതാണ്. അടുത്തത് അവിട്ടം നക്ഷത്ര ജാതകരാണ്. കുംഭരാശിക്കാർക്ക് കൂടുതൽ പ്രവർത്തിക്കേണ്ടി വരുന്ന ആഴ്ചയാണ്. ആത്മവിശ്വാസത്തോടെ കർമ്മരംഗത്ത് തുടരുവാൻ കഴിയും. സർക്കാരിൽ നിന്നും ലഭിക്കേണ്ട രേഖകൾ അല്ലെങ്കിൽ ലൈസൻസ് എന്നിവ ലഭിക്കുന്നതാണ്. മേലധികാരിയുടെ പ്രീതി നേടുവാൻ കഴിയും. എന്നാൽ ദാമ്പത്യത്തിൽ സ്വൈര്യക്കേടുണ്ടാകുവാൻ ഇടയുണ്ട്. നിങ്ങളുടെ തീരുമാനങ്ങളിൽ അനൈക്യം പ്രകടമാകുന്നതാണ്. മകരരാശിക്കാർക്ക് കിട്ടാക്കടങ്ങൾ കിട്ടുവാനുള്ള വഴി തെളിഞ്ഞു കിട്ടും. ജോലിഭാരം കുറയുവാൻ ഇടയുള്ള വാരമല്ല. ബന്ധുവിനെ സഹായിക്കുവാൻ കഴിയുന്നതാണ്. വാണിജ്യ മേഖലയിൽ പ്രവേശിക്കുന്ന കാര്യത്തിൽ തീരുമാനം തിടുക്കപ്പെട്ട് കൈക്കൊള്ളാതിരിക്കുകയാണ് ഉത്തമം. പ്രണയത്തിന്റെ കാര്യത്തിൽ ഗ്ലാനി ഭവിക്കുവാനും ഇടയുണ്ട്. അടുത്തത് ചതയം നക്ഷത്രക്കാരാണ്. ഉദ്യോഗസ്ഥരായ ആളുകൾക്ക് വളരെയധികം ഗുണമുള്ള കാലമാണ്. സഹപ്രവർത്തകർക്കിടയിൽ സ്വാധീനം വർദ്ധിക്കും. നിർദ്ദേശങ്ങൾ സ്വീകാര്യമാക്കും. നിങ്ങളുടെ ന്യായമായ ആവശ്യങ്ങൾ എല്ലാം തന്നെ ഈ ആഴ്ച നിറവേറ്റപ്പെടുന്നതാണ്. സത്ചിന്താഗതി വളരുവാൻ സാഹചര്യമൊരുങ്ങും. പൊതുകാര്യങ്ങളിൽ ഇടപെടുവാൻ കഴിയുന്നതാണ്. ചെറുപ്പക്കാരുടെ വാക്കുകൾ അംഗീകരിക്കുന്നതാണ്. ചെറു യാത്രകൾ ആവശ്യമായി വരും. ജാമ്യം നിൽക്കുമ്പോൾ ജാഗ്രത കൈവിടരുത്. ജീവിതശൈലീ രോഗങ്ങളെ നിയന്ത്രിക്കുവാൻ കഴിയുന്നതാണ്. പ്രണയിക്കുന്ന ആളുകൾക്കിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. അടുത്തത് പോരുരുട്ടാതി നക്ഷത്രക്കാരാണ്. പല കാര്യങ്ങളിലും അനാവശ്യമായ തിടുക്കം കാണിക്കരുത്. ഇവ ദോഷകരമാകും. മിഥ്യാധാരണകൾ വരാം. പ്രൈവറ്റ് സ്ഥാപനത്തിൽ ജോലിയിൽ മടുപ്പുണ്ടാകും. രാഹു ജന്മനക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നതിനാൽ എല്ലാ കാര്യത്തിലും ജാഗ്രത വേണ്ട കാലമാണ്. ചന്ദ്രസഞ്ചാരം അനുകൂലമായതിനാൽ കുറച്ചൊക്കെ മനസുഖമുണ്ടാകും. ബന്ധുസമാഗമം സന്തോഷം സമ്മാനിക്കും. സാമ്പത്തികമായി വളരെയധികം സ്വസ്ഥത ഭവിക്കുന്നതാണ്. വായ്പാഗഡു സമയബന്ധിതമായി അടച്ചു തീർക്കുവാൻ സാധിക്കും. അനുരഞ്ജനത്തിന്റെ പാത സ്വീകരിക്കുന്നത് ദാമ്പത്യ സ്വസ്ഥതയ്ക്ക് കാരണമാകും. അടുത്തത് ഉത്രട്ടാതി നക്ഷത്ര ജാതകരാണ്.
അഷ്ടമ രാശിക്കൂർ കഴിയുന്നതിനാൽ തടസ്സങ്ങളെല്ലാം അകന്നു കിട്ടും. പുതിയ ദൗത്യങ്ങൾ സ്വധൈര്യം ഏറ്റെടുക്കുവാൻ കഴിയും. മത്സരങ്ങളിലോ അഭിമുഖങ്ങളിലോ ആത്മവിശ്വാസത്തോടെ പങ്കെടുക്കുവാൻ കഴിയുന്നതാണ്. കുടുംബജീവിതത്തിൽ ചില അലോസരങ്ങൾ വരുവാൻ ഇടയുണ്ട്. നിങ്ങളുടെ വാക്കുകൾ പരുഷങ്ങളാകാതിരിക്കുവാൻ വളരെയധികം ശ്രദ്ധിക്കണം. പ്രവാസികളെ തേടി നാട്ടിൽ നിന്നും നല്ല വാർത്തയെത്തും. വീട് പണി ഏതാണ്ട് അവസാന ഘട്ടത്തിലെത്താം. ശത്രുക്കളുടെ പ്രവർത്തനങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കുവാനും ഇവയെയെല്ലാം സധൈര്യം തൂത്തെറിയുവാനും കഴിയുന്നതാണ്. വ്യഥാസഞ്ചാരത്തിനും ഫലശൂന്യതയും സാധ്യതയാണ്. അടുത്തത് രേവതി നക്ഷത്ര ജാതകരാണ്. നിങ്ങളുടെ ആർജവശീലം കൊണ്ട് സ്നേഹിതരുടെ വിശ്വാസം ആർജിക്കും. പ്രൈവറ്റ് ജോലിയിൽ സാമാന്യം തൃപ്തി ഭവിക്കുന്നതാണ്. ഏജൻസി ഏർപ്പാടുകൾ വിപുലീകരിക്കുവാൻ സാധിക്കും. വിദ്യാർത്ഥികൾക്ക് ഏകാഗ്രത പുലർത്തുവാനും കഴിയുന്നതാണ്. നിങ്ങളുടെ ഭൂമിയെ സംബന്ധിച്ച വ്യവഹാരം കോടതിക്ക് പുറത്ത് ഒത്തുതീർക്കാൻ ധാരണയാകും. ഊഹക്കച്ചവടത്തിൽ നിന്ന് നാമമാത്രമായ ആദായം കൈവരുന്നതാണ്. ഏഴാം ഭാവത്തിൽ ചൊവ്വ ഉള്ളതിനാൽ അനുരാഗത്തിൽ തടസ്സങ്ങൾ വന്നേക്കാം. ഉത്സവ ആഘോഷങ്ങൾക്കായി ആഭരണങ്ങൾ വാങ്ങുവാൻ കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കുവാനും ഈ ആഴ്ച സാധിക്കുന്നതാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ.